ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 3 ദിവസമായിട്ട് പറയുന്നുണ്ട് നിഫ്റ്റി സൈഡ് വെച്ചിട്ട് നിൽക്കുമായിരുന്നു. ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് അടിയിലേക്ക് വരാൻ പറ്റും എന്നാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിലും അതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നത്. നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല അത് ഞാൻ ഉണ്ടായിരുന്നു ആദ്യം. പ്രീവിയസ് ഡേയ്സിൽ ഈ ലെവൽസ് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ സസ്റ്റെയിൻ ചെയ്താലാണ് അടിയിലേക്ക് അതിന് ടെൻഡൻസി ഉള്ളൂ. അത് മുകളിലേക്ക് പോകാനോ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സസ്റ്റെയിൻ ചെയ്യണില്ല, അത് റിവേഴ്സ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് അർത്ഥം. അതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കുക, ഇവിടെയാണ് ഈ ഒരു മൊമെൻറ്റിലാണ്, ഈ ഒരു ഏരിയയിലാണ് ഇത് ബ്രേക്ക് ആയിക്കണത്. ഇവിടെ ബ്രേക്ക് ആയ ശേഷം ക്യാൻഡിൽസ് നല്ല രീതിക്ക് അടിയിൽ ഇവിടെ മൊമെൻറ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് സ്പോട്ട് നോക്കി ട്രേഡ് എടുക്കുന്നവർക്ക് ഇവിടെ ലിമിറ്റിൽ വരുമ്പോൾ ട്രേഡ് എടുക്കുക. 20-30 പോയിന്റ് സ്പോട്ടിൽ നിങ്ങൾ എസ് ഇടുക. പ്രീമിയത്തിൽ ഒരു 10-15 പോയിന്റ് പോണ രീതിയിൽ സ്പോട്ടിൽ എസ് ഇടുക. ആ 30 പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അവിടെ നിന്ന് നിഫ്റ്റി നല്ല രീതിക്ക് ഫോളോ ആയിട്ടുണ്ട്. അതായത് 25,484 25,384 150 വരെ 100 പോയിന്റിൻ്റെ ഒരു ഫോള് നിഫ്റ്റിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നല്ല ത്രൂ ഔട്ട് നല്ലൊരു ഫോളോ ആയിരുന്നു കേട്ടോ. സംഭവം സപ്പോർട്ടിങ് ഒന്നും എത്തിയിട്ടില്ല, പക്ഷെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിത് ഈ റെസിസ്റ്റൻസ് 25,484 റെസിസ്റ്റൻസ് ആയിപ്പോൾ അത് ആ റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ സസ്റ്റെയിൻ ടൈം പിന്നെയും കൊടുക്കണം. ഡയറക്റ്റ് എൻട്രി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സസ്റ്റെയിൻ ടൈം എന്തായാലും കൊടുത്തേ പറ്റൂ. അപ്പോൾ ഒരു 15 ക്യാൻഡിൽ മുകളിൽ നിന്നാലാണ് നമുക്കത് സപ്പോർട്ടിൻ്റെ മുകളിലേക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, മൊമെൻറ്റം മാർക്കറ്റിൽ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം നിഫ്റ്റി ബീറിഷാണ്. നിങ്ങളുടെ പ്രീവിയസ് വീഡിയോസ് നോക്കി നോക്കുക. എന്നാലും മിഞ്ഞാന്തി വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വ്യക്തമായിട്ട് ഞാൻ എന്നോട് ചോദിക്കുന്നതോടും പറയാറുണ്ട്, സപ്പോർട്ടിൻ്റെ അടിയിൽ ബ്രേക്കായി സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ നിഫ്റ്റിക്ക് ഫർദർ മൂവ്മെൻറ്റുകൾ വരുള്ളൂ. അല്ലെങ്കിൽ അത് ഭയങ്കര വോളാട്ടിലായിരിക്കും. ആ ടൈമിൽ ട്രേഡ് എടുക്കാൻ പറ്റില്ല. നോ ട്രേഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലാണ് അത് പോവുക. ഇന്ന് സസ്റ്റെയിൻ ചെയ്തു വന്നോ, അതിനുശേഷം കുറച്ച് നേരം സ്ട്രഗിൾ ചെയ്തിട്ട് അടിയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഈ സ്ട്രഗിളിങ് ടൈം, ആ ഒരു സ്ട്രഗിൾ ചെയ്ത ടൈം കാണാൻ പറ്റില്ല നമുക്കിവിടെ. ഇത്രയും ഒരു ടൈമിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ എക്സിറ്റ് അടിച്ച പോളർക്ക് പോകാൻ പറ്റും. റിസ്ക് എടുക്കാൻ പറ്റാത്ത പോലെ ആയിരിക്കും. മനസ്സിലായി? ഇവിടെ ട്രേഡ് എടുത്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11-21. ഇത് ഫോളോ ചെയ്യുന്ന തുടങ്ങിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 13-13. അതായത് 1.25 ടൈമിനാണ് ഫോളോയിങ് തുടങ്ങിയത്. അപ്പോൾ 2 മണിക്കൂർ 1.5-2 മണിക്കൂർ ഹോൾഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് മാത്രമേ ഉള്ളൂ. 1.5-2 മണിക്കൂറിൽ നിങ്ങൾക്കൊരു 15 പോയിന്റ് എസ് എൽ അടിക്കില്ല. പ്രീമിയം മെൽറ്റിങ് വന്നിട്ട് എസ് എൽ അടിക്കാം എന്നുള്ള ഒരു സാധ്യത അല്ലാണ്ട് സ്പോട്ടിൽ പ്രകാരം നമുക്ക് എസ് എൽ വരാൻ സാധ്യതയില്ല. ബേസിക്കലി ഞാൻ സ്പോട്ട് ബേസ്ഡ് ട്രേഡിങ് പ്രിഫർ ചെയ്യുന്ന ആളല്ല. ഞാനത് കാര്യങ്ങൾ പറഞ്ഞു പോകണമെന്ന് മാത്രം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു മാറ്റർ ആയതുകൊണ്ട് ഞാൻ നിഫ്റ്റി എടുത്ത ലെവൽസിൻ്റെ കാര്യം പറഞ്ഞു പോകണമെന്ന് മാത്രം കേട്ടോ. ക്രൂഡ് ഓയിൽ നമ്മളൊന്ന് ട്രേഡ് കൊടുത്തിട്ടുള്ളൂ, അതൊന്നും ആയിട്ടില്ലേ. പിന്നുള്ളത് BTC ആണ്. BTCയിൽ ഒരു കിടലിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കൊണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ട്രേഡ് കൊടുത്തിട്ടില്ല BTCയിൽ നിന്ന്. അതുപോലെ ഞാൻ ട്രേഡ് കൊടുത്തിട്ടുണ്ട്. അതൊരു $300 പ്രോഫിറ്റിലാണ് ഓൾറെഡി നിൽക്കണത്. ഞാനൊരു സ്ക്രീൻഷോട്ടോടെ ആഡ് ആക്കാം. നമുക്ക് ആരൊക്കെയും BTC ഒക്കെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ റെഫർ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ എൻട്രി ഞാൻ തരാം. 24 മണിക്കൂറും ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്പർച്യൂണിറ്റി അല്ല ഞാൻ പറയണത്. നിങ്ങൾക്കൊരു ദിവസം 1 ട്രേഡ് 2 ട്രേഡ് കിട്ടും. അത് നല്ലൊരു പ്രോഫിറ്റബിൾ ആയിരിക്കും. എപ്പോൾ നോക്കിയാലും നല്ല പ്രോഫിറ്റ് വരുന്ന ഒരു ഏരിയയാണ് BTC. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡ്സ് കിട്ടാൻ സാധ്യതകൾ ഇഷ്ടം പോലെയാണ്. 80% നല്ല പ്രോഫിറ്റബിൾ ട്രേഡ് ആയിരിക്കും, നല്ല രീതിക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ 2-3 ട്രേഡ് ഓൺ തന്നെ ആയിരുന്നാൽ നമുക്ക് നല്ല പ്രോഫിറ്റ് വരും. SL അടിച്ചാൽ വരെ നല്ല പ്രോഫിറ്റിക്ക് പോകാൻ പറ്റും. താല്പര്യമുള്ളവർ എൻ്റെ റെഫർ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എടുക്കുന്നുണ്ട്. എനിക്ക് DM ചെയ്താൽ മതി കേട്ടോ. ഞാൻ ആഡ് ആക്കുന്നതായിരിക്കും ഫ്രീ ആയിട്ട്. ഗോൾഡിൻ്റെ കാര്യം പറയാത്തതാണ്. ഗോൾഡ് ഞാൻ ആദ്യം ചോദിക്കാറൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഗ്രൂപ്പിലൊന്നും ഇടാറില്ല. ഗോൾഡിന് താല്പര്യപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, ഗോൾഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ ലെവൽസ് ഇട്ട് തരാം കേട്ടോ. നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഈ 4 സ്ട്രൈക്കാണ്. ഈ 4 സ്ട്രൈക്കിൽ അടിപൊളി ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട്. ഫുൾ ടാർഗറ്റുകളുള്ള ദിവസം കൂടിയാണ് ഇന്നത്തെ. മാർക്കറ്റ് ഇന്ന് ഫുൾ ഓൺ PE-ലേക്കായിരുന്നു. ഈ ട്രേഡ് പറഞ്ഞതിൻ്റെ മുമ്പ് ഇത് 25,500 PE ആണ്. ഈ 25,500 PE-ൽ നമുക്ക് 3 ട്രേഡ് വന്നു. 3ഉം പ്രോഫിറ്റിൽ തന്നെയാണ്. ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് കിട്ടിയ ട്രേഡ്, ഇന്ന് ഫ്രീ ഗ്രൂപ്പിൽ ഫസ്റ്റ് കിട്ടിയ ട്രേഡ് CE സൈഡിലേക്കായിരുന്നു. അത് നമുക്കൊരു 1:1 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റ്ലി അത് SL-ലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് ട്രേഡ്. അതിന് ശേഷമാണ് പീലിക്ക് വന്നേക്കണത്. പീലി ഈ ഒറ്റ സ്ട്രൈക്കിൽ 3 ട്രേഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 25,500 പി, അത് 1:5 ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ട്രേഡ് നമുക്ക് 44 രൂപയുടെ ട്രേഡാണ്. ഇതിൻ്റെ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ട്രേഡ് എടുത്ത ശേഷം നമുക്ക് കണ്ടീഷൻ അറിയാമല്ലോ. അവിടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി, നിങ്ങൾ ഈ ഫസ്റ്റ് ട്രേഡിൽ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി റെഡ് ക്യാനിൽ വരണ നമുക്ക് കാണാൻ പറ്റും. ഈ റെഡ് ക്യാനിൽ വന്നതോട് കൂടിയിട്ട് കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി ട്രേഡ് അവിടെ ഓക്കെയാണ്. അടുത്ത ക്യാനിൽ ലിമിറ്റിൽ വന്നിട്ടുണ്ട്, രണ്ടാമത്തെ ക്യാനിൽ ലിമിറ്റിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ തന്നെ കുറേ ക്യാനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും ഈസി ആയിട്ട്. അങ്ങനെ എടുക്കുന്ന എൻട്രിയാണ്. പിന്നെ ഞാൻ പറയാറുള്ള കാര്യം, ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് ഹോൾഡ് ചെയ്യുക. 10 മിനിറ്റ് കൊണ്ട് 1:1 വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കോസ്റ്റ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്യുക. ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക, ഇവിടെ കോസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടില്ല. ആരും കോസ്റ്റ് അടിക്കില്ല. ഇത് എങ്ങനെ നോക്കിയാലും ഈ ട്രേഡ് എടുക്കുന്ന ആൾക്കാർക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ട്രേഡ് നമുക്ക് പ്രോഫിറ്റാണ്. ഈ രണ്ടാമത്തെ ട്രേഡ് ഇതാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻഡിൽസ് ഇത്തിരി മുകളിലാണ്. ഒരു 3 വ്യത്യാസമൊക്കെ കിട്ടും. സംഭവമൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഇത്തിരി മുകളിലാണ്. അപ്പോൾ ഞാൻ പറയണില്ല എന്ന് മാത്രം. അത് പക്ഷേ എടുത്തവരുണ്ടെങ്കിൽ അത് പ്രോഫിറ്റിലായിരിക്കും. മൂന്നാമത്തെ ട്രേഡാണ് അടിപൊളി ട്രേഡ്. 91.55 അതിൻ്റെ എൻട്രി പ്രൈസ് വരുന്നത്. നിങ്ങളവിടെ നോക്കുക, ക്യാൻഡിൽസ് എന്തോരം നേരമാണ് ഈ ഒരു ഏരിയയിൽ കറങ്ങണത് നോക്കുക. അതിന് ശേഷം നമുക്ക് ഒറ്റ എൻട്രിയാണ് നമുക്ക് തന്നത്, ഒറ്റൊരു എൻട്രി. ആ ബ്രേക്ക് ആക്കി റെഡ് ക്യാൻഡിൽ വന്ന് അടുത്ത ക്യാൻഡിലോട്ടിട്ട് അത് ഫ്ലൈ ആയി. മനസ്സിലായില്ലേ? 1 വേയിലാണ് 50 പോയിന്റ്. ഇതൊരു 10 മിനിറ്റിൽ എല്ലാവർക്കും 50 പോയിന്റ് ട്രേഡാണ്. അപ്പോൾ അതിൻ്റെ കാര്യം എങ്ങനെയാണ്, 10 മിനിറ്റിലാണ് അതിൻ്റെ ഫുൾ ടാർഗറ്റ് വന്നത്. 10 മിനിറ്റിലെ ഫുൾ ടാർഗറ്റ് വരുമെന്നൊക്കെ സംശയമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിത് നോക്കുക. ലൈവിൽ ഞാൻ പറയണത് ഈ പറഞ്ഞ പ്രൈസ് 91.55 എന്ന് പറഞ്ഞ പ്രൈസ് ഞാൻ കൊടുക്കണത് ഒരു 11 മണി ടൈമിലൊക്കെ തോന്നുന്നു. മനസ്സിലായില്ലേ? നമുക്ക് ആക്ടിവേഷൻ നടക്കണത് 13:20, അതായത് 1:30 അടുപ്പിച്ചിട്ടാണ് ആക്ടിവേഷൻ നടക്കുന്നത്. പിന്നെ നമുക്കുണ്ടായിരുന്നത് സെൻസസിലാണ്. സെൻസസിൽ 3 ആ സെയിം പാറ്റേണിലുള്ള ട്രേഡാണ് കേട്ടോ. സെൻസസിലാണെങ്കിലും നിഫ്റ്റിയിലാണെങ്കിലും ആ സെയിം എൻട്രികളാണ് എല്ലായിടത്തും കിട്ടണത്. അതേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും, വ്യത്യാസങ്ങളൊന്നുമില്ല. സെൻസസിൽ നമുക്ക് 200 പോയിൻ്റാണ് ടാർഗറ്റ്, 40 പോയിൻ്റാണ് എസ്. ഈ ട്രേഡൊക്കെ 40 പോയിൻ്റ് എസ്, 200 പോയിൻ്റ് ടാർഗറ്റ് അടിച്ചു എന്നല്ല. ഒരെണ്ണമാണ് 200 പോയിൻ്റ് ടാർഗറ്റ് അടിച്ചത്, ഫസ്റ്റ് ട്രേഡാണ്. രണ്ടാമത്തെ ട്രേഡ് 1:1. അത് പിന്നെ ഹോൾഡിങ് ഇഷ്ടം പോലെ ടൈമാണ്. നേരത്തെ നിഫ്റ്റിയിൽ എങ്ങനെയാണ് ഹോൾഡ് വന്നത് അതേപോലെ തന്നെയാണ് ഹോൾഡിങ് ഇതിലും വന്നത്. പിന്നെയാണ് ട്രേഡ് ആക്ടിവേഷൻ നടക്കുന്നത്. നിഫ്റ്റിയിൽ ലിമിറ്റിൽ നിന്ന് കിട്ടും, ഇതിൽ ഇത്തിരി മുകളിൽ നിന്ന് കിട്ടും. ഒരു 10 പോയിൻ്റ് 15 പോയിൻ്റ് മുകളിൽ നിന്നാണ് സെൻസസിൻ്റെ മൂന്നാമത്തെ ട്രേഡ് കിട്ടണത്. അത്രയുള്ള വ്യത്യാസം. കാര്യങ്ങളൊക്കെ സെയിമാണ് നടക്കുന്നത്. നമുക്ക് നിഫ്റ്റിയിലെ ട്രേഡ് എടുക്കാം, സെൻസസിൻ്റെ ട്രേഡ് എടുക്കാം, ഏതിലാന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. അപ്പോൾ ടോട്ടൽ ഇന്നത്തെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, എൻട്രി പ്രൈസാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് കറക്റ്റ് ഒരു എൻട്രി പ്രൈസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആയെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ഒരു മെത്തേഡ് വേണം, പ്രോപ്പർ ഒരു എൻട്രി പ്രൈസ് വേണം. അത്ര വേണ്ട. അപ്പോൾ അത് ബിൽഡ് ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ ട്രേഡ് നോക്കുക, ഈ മൂന്നാമത്തെ ട്രേഡ് നോക്കുക. ഈ മൂന്നാമത്തെ ട്രേഡ് നിഫ്റ്റിയിൽ പറഞ്ഞ അതേ കേസ് തന്നെയാണ്. ഇവിടെ ഭയങ്കര സ്ട്രഗിളിംഗ് ആണ്. അതിനുശേഷം ട്രേഡ് കിട്ടി മുകളിലേക്ക് പോയി, പിന്നെ അടിയിലേക്ക് വന്നു. അടിയിലേക്ക് വന്നിട്ട് ഈ സെയിം പ്രൈസിലാണ് ഈ റിജക്ഷൻസ്. മനസ്സിലായോ? നമ്മൾ എൻട്രി എടുത്ത ഏത് പ്രൈസിലാണോ ആ പ്രൈസിലാണ് റിജക്ഷൻസ് പിന്നെയും വരുന്നത്. അവിടെ തട്ടി പിന്നെയും മുകളിലേക്ക് ഒരു പുഷ് കിട്ടണം. അപ്പോൾ ആ ഓരോരോ പ്രൈസാണ് അതിൻ്റെ ഒക്കെ ഒരു വാല്യൂ. നിങ്ങൾ എടുക്കണ പ്രൈസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡിങ്ങിൽ. നിങ്ങൾ എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ എടുക്കണ പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സ്പോട്ട് നോക്കി ട്രേഡ് ചെയ്തു, അവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വരും, മെൽറ്റിങ് വരും അവിടെ. അപ്പോൾ നിങ്ങൾ അവിടെയും നല്ലൊരു എൻട്രി എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെൽ അടിക്കും. സ്പോട്ടിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാന്ന് പറഞ്ഞാൽ നിസ്സാരകളല്ല. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പഠിപ്പിച്ച് തരുന്ന ഒരു സംഭവമല്ല. അത് ഒരാൾക്ക് ഇങ്ങനെ ഇരുന്ന് പഠിപ്പിക്കാൻ പറ്റുന്നൊരു സംഭവമല്ല സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇതിൽ നോക്കുക നിങ്ങൾ, ഞാൻ ഇത്രയും ലൈൻസ് വരച്ചിട്ടുണ്ട്. മനസ്സിലായാലേ? അത് ഓരോരോ ലെവൽസാണ്. അത് നമ്മളിങ്ങനെ വരച്ച് അത് പഠിക്കണതാണ് കേട്ടോ. അപ്പോൾ ഒരാളെ കൊണ്ട് ഇങ്ങനെ പഠിപ്പിച്ച് തരാനൊന്നും പറ്റില്ല ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ്. അത് നിങ്ങളിങ്ങനെ മാറ്റി വെച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് മര്യാദയ്ക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. ഒരു പ്രോപ്പർ നോളജ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഫീൽഡിലേക്ക് വരാൻ നോക്കുക. നോളജ് ഇല്ലെങ്കിൽ നമുക്ക് യൂട്യൂബോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്സോ വായിച്ചാലും നോളജൊക്കെ കിട്ടുന്നതിൻ്റെ ഉള്ളിൽ നിന്ന്.
നോളജ് കുറേ ബിൽഡ് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾ ഇവിടെ നിൽക്കണത് വലിയൊരു ഗെയിമിനാണ്. അതായത് ട്രില്യൺസ് ബില്യൺസ് ഒഴുകണ മാർക്കറ്റിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യണത്. അപ്പോൾ ഇഷ്ടംപോലെ മാനിപ്പുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു 1000 രൂപ പ്രൊട്ടക്റ്റ് ചെയ്യലല്ല അവരുടെ ലക്ഷ്യം. സെല്ലേഴ്സാണ് ഇവിടുത്തെ കിങ്സ്. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ 1000 രൂപ പ്രൊട്ടക്റ്റ് ചെയ്യലല്ല, നിങ്ങളുടെ 1000 രൂപയാണ് അവരുടെ ലാഭം. മനസ്സിലായില്ലേ? അപ്പോൾ മാക്സിമം ആ ഒരു ലിക്വിഡിറ്റി നിങ്ങളാവേണ്ട നോക്കുക മാർക്കറ്റിൻ്റെ ഉള്ളിൽ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് എൻട്രി പ്രൈസ് ഞാനിവിടെ ഇട്ട് തരുന്നുണ്ട്. അത് നിങ്ങൾക്കത് പഠിക്കാനുള്ള ഓപ്ഷനുണ്ട്. അതെങ്ങനെ കിട്ടണമെന്നുള്ള പഠിക്കാനുള്ള ഓപ്ഷനുണ്ട്. കോഴ്സാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇട്ട് തരുന്ന പ്രൈസുകളാണെങ്കിൽ നിങ്ങൾ അവിടെ എൻട്രി എടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എൻട്രി എടുക്കാൻ നോക്കുക. കണ്ടീഷൻ ആക്ടിവേറ്റ് ആയിട്ട് നമുക്ക് കിട്ടാവുന്ന ഒരു മാക്സിമം ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലിമിറ്റിൽ തന്നെ മാക്സിമം എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടുകയാണെങ്കിൽ അവിടെ എടുത്തോ. അങ്ങനെ തന്നെ എൻ്റെ അടുത്ത് പോകണം. നമ്മൾ ഇടുന്ന 10 പോയിൻ്റ് സെല്ലാണ്, ചെറിയ സെല്ലാണ്. പക്ഷേ ഒരു റീറ്റെയിലറിനെ ഉപരി ഒരു സാധാരണക്കാരന് 750 രൂപ ഒരു ദിവസം നഷ്ടം വരിക എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ്. അത്ര ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അതിപ്പോൾ ഒരു ലോട്ടിൻ്റെ കാര്യമാണ് 750 പറഞ്ഞത്. 10 ലോട്ട് എടുത്ത് 1500 ആവും. അത്രേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. അപ്പോൾ അത് ചിന്തിച്ചിട്ട് നിങ്ങൾ ഇത്തിരി കറക്റ്റായിട്ട് ട്രേഡ് എടുക്കാൻ നോക്കുക. എൻ്റെ ഒപ്പം നിങ്ങൾക്ക് അത്ര ഈസി അല്ല ട്രേഡ് എടുത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര ക്ഷമ വേണം, എന്നാലാണ് എൻ്റെ ഒപ്പം നമുക്ക് ട്രേഡ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ, ചാർട്ടിലിരിക്കാൻ പറ്റണം. മാക്സിമം ട്രേഡിംഗ് വ്യൂ ചാർട്ട് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഇവിടെ ചാർട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ ചാർട്ട് സെറ്റിങ്സ് നിങ്ങൾ കറക്റ്റാക്കി വയ്ക്കുക. ചാർട്ട് സെറ്റിങ്സ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ വരിക, ഈ ചാർട്ട് എടുക്കുമല്ലോ, ഈ ചാർട്ട് എടുത്ത ശേഷം ആ ക്യാൻഡിൽസുമ്പോൾ 2 ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടാബ് ഓപ്പൺ ആവും. ക്യാൻഡിൽസിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലാണ് ഈ ഒരു വിൻഡോ ഓപ്പൺ ആവുക. ഇതിൽ നമ്മൾ ഇങ്ങനെ തന്നെ ഈ കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്തിടുക. അപ്പോൾ അങ്ങനെയാണ് ചാർട്ട് സെറ്റിങ്സിൻ്റെ കാര്യം. അപ്പോൾ അത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക. നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാം നിങ്ങൾ വെച്ചേക്കുക. നമുക്ക് എന്തെങ്കിലും കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഞാനത് അതിനനുസരിച്ചുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഇടയിൽ നിങ്ങളുടെ കമൻസിനുള്ള ആൻസറുകൾ പറഞ്ഞ് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.